അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ മധ്യകവാടം. എന്ത് സഹിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിലേകത്തേക്ക് പ്രസവിച്ചത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായി, പ്രയാസത്തിന് മേൽ പ്രയാസമായി അവര് നമ്മളെ ഗർഭം ധരിക്കുന്നു. ഒന്ന് നടക്കാനോ, ഒന്നിരിക്കാനോ, ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ, യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിൽ 9 മാസവും 10 ദിവസവും കഷ്ടപ്പെട്ട് ലേബർ റൂമിൽ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും നുറുങ്ങിപ്പോകുന്ന വേദനകൾ അനുഭവിച്ച് ഈ ലോകത്തേക്ക് നമ്മളെ പ്രസവിച്ചിട്ട് 2 കൊല്ലം അമ്പിഞ്ഞ പാല് നൽകി ദിവസങ്ങളോളം വർഷങ്ങളോളം നമ്മളൊന്ന് വളർന്നു വലുതാകാൻ വേണ്ടി കാത്തിരുന്ന ആ പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹത്തിന് പകരമായി എന്റെ പ്രൊഫ്കോണിലെ പ്രിയപ്പെട്ടവരെ എന്താണ് തിരിച്ചു നൽകാനുള്ളത്? എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്താ മാതാവിന് തിരിച്ചു നൽകാനുള്ളത് അറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് ടിവിയിൽ വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തൊരമ്മ, എന്താ അമ്മയുടെ സ്ഥിതി എന്നറിയോ? മുന്നിൽ കിടക്കുന്ന ശരീരം മുഴുവനും അനക്കാൻ കഴിയാത്ത രൂപത്തിൽ, ശരീരം മുഴുവനും തളർന്നുപോയ തടിച്ച തലയുള്ള ഒരു ചെറിയ കുട്ടിയുടെ അമ്മയുമായിട്ടായിരുന്നു ചർച്ച. ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ അമ്മ പറയുന്ന വേദനയാർന്ന ചില കഥകളുണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയോ? ഒരു മാതാവിന്റെ വേദനകളും ഒരു മാതാവിന്റെ സ്നേഹവും ഒരു മാതാവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയും തിരിച്ചറിയണമെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം. ആ മാതാവ് പറഞ്ഞൊരു വാക്കെന്തറിയോ? എന്റെ മകൻ, ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ജോലി ചെയ്യുമ്പോൾ എന്റെ മകൻ എന്നെ വിളിക്കും. കുറെ നേരം വിളിക്കുമ്പോ എനിക്ക് അവിടേക്ക് ശബ്ദം കേൾക്കുകയില്ല. അവസാനം ഞാൻ വിളി കേട്ട് എന്റെ മകന്റെ അടുക്കലേക്ക് വന്നാൽ എന്റെ മകൻ എന്നോട് പറയും, അമ്മേ എനിക്കൊരിത്തിരി വെള്ളം തരണം എന്ന് പറയും. അമ്മ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് മകന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ കാർക്കിച്ച് അമ്മയുടെ മുഖത്ത് തുപ്പും. അമ്മക്കറിയാം, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ മകൻ എന്നോട് ഗ്ലാസ്സിൽ ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാനാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ മകനെ ആദരിക്കുന്നു, ഞാൻ എന്റെ മകനെ ബഹുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ച് തരാത്തതിന്റെ പേരിൽ ചീത്ത പറഞ്ഞവർ എത്ര പേരുണ്ട്? സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാതാവിനോട് കളവ് പറഞ്ഞവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. മാതാപിതാക്കളോടുള്ള കടമകളും മഹത്വങ്ങളും അവർക്ക് ചെയ്യേണ്ട കടമകളും വിശദീകരിച്ചാലും അവസാനിക്കാത്തതാണ്. അള്ളാഹുവിന്റെ ഖുർആന് പറഞ്ഞില്ലേ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ നിവർത്തിയിട്ട് കൊടുക്കണം. സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കൊന്ന് സാന്ത്വനമായി, അവർക്കൊന്ന് സമാധാനമായി ഒന്നടുത്തു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സമയമുണ്ടാകണം. പ്രൊഫഷണൽ രംഗത്ത് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടു പോകുമ്പോൾ മാതാവിനെ മറക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായ ജീവിതം നയിക്കുമ്പോ പെറ്റ ഉമ്മയെ തനിക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും പ്രവാസ ജീവിതത്തിലൂടെ നേടിത്തന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും നമ്മൾ മറക്കാൻ പാടില്ല. അവരുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെല്ലണം. ഈ അടുത്ത് എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു സാഹചര്യം വന്നിരുന്നു സഹോദരങ്ങളെ. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് കുറച്ച് വൈകിട്ടായിരുന്നു. അവിടെ ഞാൻ എത്തി മാതാവിന്റെ തലയിലേക്ക് കൈവച്ച് എന്റെ മടിയിലേക്ക് ആ മാതാവിനെ കിടത്തി ആ മാതാവിന്റെ തലയിലൂടെ എന്റെ കൈ ഓടിച്ച് ആ മാതാവിന്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തപ്പോ ആ കണ്ണൊന്നു വന്നൊരു കണ്ണീരില്ലേ, അതെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. അല്ലാ, എന്റെ മോനെ നഷ്ടത്തിലാക്കല്ല അല്ലാ. ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? ഉമ്മാക്കൊരു അസുഖം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഉമ്മ എന്താ പറ്റിയത്? ശരീരത്തിൽ വല്ലതും സംഭവിച്ചോ? എന്താ വേദന എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏത് മൊബൈലിൽ ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോ അതിന് ലൈക്ക് അടിക്കുമ്പോ സ്വന്തം മാതാവിന്റെ മെസ്സേജ്, പ്ലീസ് കോൾ മീ, മോനെ എന്നെ ഒന്ന് വിളിക്കേ. 100-110 മിസ് കോളുകൾ ഇട്ട് മോന്റെ വിളിവിടാതെ വരുമ്പോ 12 മണിക്ക് ഉമ്മ കരയാൻ, ഉമ്മ വേദനിക്കുക വീട്ടിലിരുന്നിട്ട്. ആ ഉമ്മാന്റെ ഒരു മെസ്സേജ്, എന്താ മെസ്സേജ്? പ്ലീസ് കോൾ മീ, എന്നെ ഒന്ന് വിളിക്ക് പൊന്നാര മോനെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഓർക്കേണ്ടതുണ്ട്, എന്റെ കൂട്ടുകാരനേക്കാൾ
എന്റെ സുഹൃത്തിനേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ പ്രിയപ്പെട്ട മക്കളേക്കാൾ ഞാൻ ഏറെ സ്നേഹിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട മാതാവിനെയാണ്. സഹോദരങ്ങളെ, മാതാവിന്റെ വലിപ്പം പറയുമ്പോ, മാതാവിന്റെ മഹത്വം പറയുമ്പോ, അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ പറയുമ്പോ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ, എന്റെ പ്രിയങ്കരനായ സഹോദരൻ ജാബിർ കായക്കൊടി മരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ പ്രിയങ്കരനായ സഹോദരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ആക്സിഡന്റായി മരിച്ചിരുന്നു. ബഹുമാന്യനായ ജാബിർ കായക്കൊടി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 37 വയസ്സുകാരനായ 3 കുട്ടികളുടെ പിതാവായിരുന്നു അദ്ദേഹം. ആക്സിഡന്റായി മരിച്ച് ആ മനുഷ്യന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗം സഹോദരങ്ങളെ, 3 ചെറിയ പൈതങ്ങളെയും പിടിച്ച് ആ ഭാര്യ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അവർ സ്വീകരിച്ച വല്ലാത്തൊരു വേദനാജനകമായ ഒരു രംഗം സഹോദരങ്ങളെ. അവിടേക്ക് കടന്നു വന്നപ്പോ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആയിരക്കണക്കിന് വരുന്ന തൗഹീദിന്റെ പട്ടാളക്കാർ അവിടെ അണിനിരന്നിരുന്നു. എന്തിനെന്നറിയോ? മയ്യത്തൊരു നോക്ക് കാണാൻ, മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാൻ. സഹോദരങ്ങളെ, 2:30 മണിക്ക് മയ്യത്ത് വീട്ടുമുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ ആയിരക്കണക്കിന് മനുഷ്യരെ മയ്യത്ത് നോക്കി കരയുകയായിരുന്നു. അവിടേക്കാണ് സ്വന്തം വാപ്പയെ കൊണ്ടുവരുന്നത്. വാപ്പ മയ്യത്ത് കണ്ട് വേദനിക്കുകയാണ്. മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് വേദനകൾ കടിച്ചമർത്തുന്നു. സഹോദരി വന്നു, വേദനിക്കുകയാണ്. അവസാനം വരുന്നത് നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞ പാല് നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ്. അവിടെ വന്ന് മകന്റെ മുഖത്ത് നോക്കി, മകന്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി ഒരുപാട് നേരം ആ ഉമ്മ കരയുകയാണ്. അവസാനം കൂടെ നിൽക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ പൊന്നാര മോനെ, ഞാൻ അവസാനമായി ഒരു മുത്തം നൽകട്ടെ. എന്റെ പൊന്നു മോനെ, അവസാനമായി ഞാനൊരു മുത്തം നൽകട്ടെ. ഫ്രീസറിന്റെ മുകൾ ഭാഗം തുറന്നു കൊടുത്ത് ആ മാതാവ് മകന്റെ മുഖം പിടിച്ച് മുത്തം ചെയ്യുന്ന രംഗം കരഞ്ഞുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കാൻ കഴിയില്ല. ഇത്രയും സ്നേഹിക്കുന്ന എന്റെ ഉമ്മയെ ധിക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇത്രയും എന്നെ ആദരിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എന്റെ മാതാപിതാക്കളെ എനിക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മാതാവ് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട മോനെ, ഗുളിക കുടിച്ചോ, ചായ കുടിച്ചോ, ചോറ് വഹിച്ചോ? അതൊരു ശല്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എവിടെയെത്തി എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ അത് നമുക്കൊരു പ്രശ്നമല്ല. എന്നാൽ പ്രിയപ്പെട്ട മാതാവിന്റെ വിളിയാളങ്ങൾ അരോചകമായി തീരുന്നവരോട് പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലോകത്തിന്റെ സിട്ടാവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ലോകത്തിന്റെ സിട്ടാവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ തൃപ്തി നേടി സ്വർഗം നേടാനാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ്